ഇത് നമ്മൾ കൊറിയർ കൊടുക്കും. കഴിഞ്ഞ 23-ല് 24 വർഷത്തെ കൊറിയർ രസീതാണ് ഇതെല്ലാം. ഷുഗർ തന്നെയല്ല പറയുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, കാലിൻ്റെ മുട്ടുവേദന, നടുവേദന, ഫാറ്റ് ലിവറിൻ്റെ അസുഖം, ഇത്രയും അസുഖത്തെ ജനങ്ങൾ കുറയ്ക്കുന്നുണ്ട്. മക്കോട്ട ദാവ എന്ന പഴത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ മക്കോട്ട ദാവ എന്ന പഴം നമ്മുടെ ഷുഗറിനെ മാറ്റുന്ന വലിയൊരു അത്ഭുതമായി തന്നെ നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. എങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സംശയമുണ്ട്. ഈ പഴം അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ഈ ഉണങ്ങിയെടുത്ത ഈ ഒരു ബൈ പ്രോഡക്ട്സ് ഇതെങ്ങനെയാണ് നമ്മുടെ ഷുഗറിനെ മാറ്റുന്നത്? നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ വന്നിരിക്കുന്ന കഞ്ഞിക്കുഴിയിലാണ്. കഞ്ഞിക്കുഴിയിലേക്ക് വന്ന് ഞാനിവിടെ തന്നെ വന്ന 2 എപ്പിസോഡുകൾ ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബാക്കി എന്ന രീതിയിലാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ മക്കോട്ട ദേവ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് നമുക്ക് നൽകുന്ന ഗുണങ്ങൾ, അതിനൊപ്പം തന്നെ ഇത് മൂലം വളരെയധികം സക്സസ് ആയിരിക്കുന്ന ഒരു കർഷകനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഈ ഒരു മുറ്റം നിറയെ ഇതുമായി ബന്ധപ്പെട്ട് ചെറുകിട രീതിയിൽ ആരംഭിച്ച ഒരു കൃഷി അല്ലെങ്കിൽ ഒരു സംരംഭം ഇന്ന് വലിയ രീതിയിൽ അദ്ദേഹം ഇവിടെ പലയിടങ്ങളിലേക്ക് കേരളത്തിലുടനീളം തന്നെ ഈ ഒരു മക്കോട്ട ദേവ ഫ്രൂട്ട് കയറ്റി അയക്കുന്നുണ്ട്. പലരും ഇത് ഉപയോഗിച്ച് തന്നെ ഷുഗർ മാറി. ഇത് ഒരു പ്രാവശ്യം വാങ്ങിയവർ പിന്നീട് തുടർച്ചയായി വാങ്ങുന്നത്. ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ വിശേഷങ്ങൾ, അതിനൊപ്പം തന്നെ മക്കോട്ട ദേവ നമ്മുടെ ഷുഗർ പേഷ്യൻസിന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച്. ഷുഗർ തന്നെയല്ല പറയുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, കാലിൻ്റെ മുട്ടുവേദന, നടുവേദന, ഫാറ്റ് ലിവറിൻ്റെ അസുഖം, ഇത്രയും അസുഖത്തെ ജനങ്ങൾ കുറയ്ക്കുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മളീ പറഞ്ഞേക്കുന്നത്. ഇത്രയും അസുഖം ജനങ്ങൾക്ക് കുറയുന്നുണ്ട്. ഞാൻ 1 വർഷം ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ 2 വർഷമായിട്ട് സെയിലുള്ളത്. അത് ജനങ്ങൾക്ക് അതുപോലെ ഉപകാരമുണ്ട്. നമ്മൾ ഇന്ത്യ ഒട്ടുക്ക് DTDC കൊറിയർ അയക്കുന്നുണ്ട്. ഇന്ത്യ ഒട്ടുക്കുണ്ട് കൊറിയർ ചെല്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അയക്കും. മലയാളികൾ മാത്രമല്ല നമ്മുടെ അല്ലല്ല, മലയാളി ഹിന്ദിക്കാരെല്ലാം ഉണ്ട്. പല ഭാഷ സംസാരിക്കുന്നുണ്ട്. ഹിന്ദിക്കാർ വിളിക്കുന്നുണ്ട്, പിന്നെ തമിഴ് ചോദിക്കുന്നവരുണ്ട്, കർണാടകക്കാരുണ്ട്. ഇവർക്കെല്ലാം അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു കൊടുക്കും. ശരിക്കും ഈ മക്കോട്ട ദേവ കൊണ്ട് എന്താണ് ശരിക്കും ഷുഗറിന്റെ നല്ലോണം കൺട്രോൾ ആവുന്നുണ്ടോ? ഷുഗർ മരുന്ന് കഴിക്കാത്ത ആൾക്കാണെങ്കിൽ 30 ദിവസം കൊണ്ട് തന്നെ കുറയാം, ശരിക്കും കുറയും. മരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ 7-8 മാസം കൊണ്ട് 2-3 പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് 200 ഗ്രാമാണ് കൊടുക്കുന്നത്. ഇതിന് 1000 രൂപയാണ്. 3 മാസത്തേക്ക് ഉണ്ടാവും. ഇത് ഏറെക്കുറെ 3 മാസത്തേക്ക് തൂക്കിയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 200 ഗ്രാം അത്രയും കുടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ അസുഖം കുറയുന്നു എന്ന് അറിയാൻ പറ്റും. അതായത് ഒരു 30 ദിവസം 20 ദിവസം കൊണ്ട് ക്ഷീണം കുറയും ഫുള്ളായിട്ട്. അതിനുശേഷം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ നടുവേദന, മുട്ടുവേദന, ഇതൊക്കെ ആദ്യം കുറയുന്ന അസുഖങ്ങളാണ്. അതൊരു 40 ദിവസം കഴിയുമ്പോൾ തൊട്ട് കുറയാൻ തുടങ്ങും. നടുവേദന ശരിക്കും മാറും, തീർത്തും മാറും. മുട്ടുവേദനയും കുറയും. അതുപോലെ തന്നെ മുട്ടുവേദന കുറയുന്നുണ്ട്. പിന്നെ ശരിക്കും നമ്മുടെ മേടിച്ചവരാണോ പിന്നെ എല്ലാം മേടിച്ചവർ തന്നെയാണ്. ഇപ്പോൾ ഞാനില്ല, എൻ്റെ ആ ഡയറി ഉണ്ട്, എല്ലാവരുടെയും പേര് ഇതിനുണ്ട്, കൊറിയർ അയച്ചതിൻ്റെ എല്ലാ രസീതുണ്ട്. ഇത് നമ്മൾ കൊറിയർ കൊടുക്കും. കഴിഞ്ഞ 23-ല് 24 വർഷത്തെ കൊറിയർ രസീതാണ് ഇതെല്ലാം. ഇത് കൊറിയർ അയച്ചതിൻ്റെ അന്ന് രസീതുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് രസീത് തരികയില്ല, നമുക്ക് അതിന് ഫോട്ടോ ഇട്ട് തരുള്ളൂ. ഇതെല്ലാം അത് എത്ര വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്? നമ്മൾ 23 തൊട്ട് കൊടുക്കാൻ 25-ാമത്തെ വർഷമല്ലേ, 2 വർഷം ആയതുള്ളൂ. 2 വർഷം കൊണ്ടാണ് നമ്മൾ ഇത്രയും അല്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട് കൊറിയർ. പിന്നെ ഇതുണ്ട്, അതായത് വാങ്ങിയവർ തന്നെ പിന്നെ അതായത് മേടിച്ചവർ അവരുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തുള്ളവർ ഒന്ന് മേടിക്കും. അങ്ങനെ മേടിച്ചോണ്ടിരിക്കുന്നത് ഇതുണ്ടോ. ഇതെല്ലാം നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന കൊറിയറാണ് ഡെയിലി. ഇതെല്ലാം ഓരോ ദിവസം കൊറിയർ. അതുണ്ടോ ബുക്കിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തും. ഇതെല്ലാം ബുക്ക് ഡയറി എഴുതിയിട്ട്. ചേട്ടാ നമ്മളൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യം. ഞാൻ ഹൈറേഞ്ചിലാണ്, ഇടുക്കി ജില്ല, കഞ്ഞിക്കുഴി. തൊടുപുഴ 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കഞ്ഞിക്കുഴി മഴുവടി കരയിലാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു 3 ഏക്കർ 3.5 ഏക്കർ സ്ഥലം ഫുൾ കൃഷിയാണ്. 5000 രൂപ കൃഷിയുണ്ട്. നമ്മളിവിടെ എത്ര പേര് ജോലിക്കാരുണ്ട് മൊത്തം ഇതിനു വേണ്ടി മാത്രം? ഇവിടെ നമുക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് 10 പേര് വരെ വരും. അരിയുന്ന സമയത്ത് 10-15 പേര് വരെ ഉണ്ട്. അപ്പോൾ അരിയാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല സംരംഭമായിട്ട് നമ്മൾ വളർത്തി. അതെ, കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. കാരണം ഉള്ള പൈസ മുഴുവൻ എന്ത് സാധനം വേണേലും നമുക്ക് കൃഷിക്ക് വേണ്ടി മുടക്കാൻ പൈസയുണ്ട് ഇതിനുണ്ട്. ഇതുകൊണ്ട് തന്നെ പറമ്പ് നമ്മൾ സ്വർഗരാജ്യമാക്കിയിട്ടേക്കുക. കാരണം വെച്ചാൽ ട്രാഗംപൂട് കൃഷി ഫുള്ളായിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കൃഷി, ട്രയറും മറ്റേ പോളി ഹൗസ് 3 എണ്ണം ഉണ്ട്. ഇതെല്ലാം പൈസ ഉണ്ടാക്കിയത്. അതെല്ലാം ശരിക്കും അതുപോലെ തന്നെ പണിയുന്നുണ്ട്. പണിയാൻ ആളുണ്ട്. നമുക്ക് പണിയിപ്പിക്കാമല്ലോ. നമ്മളൊന്നും കൊണ്ട് വന്നല്ല. അത് കാരണം ഇപ്പോൾ
ഇതുകൊണ്ട് ഉണ്ടാക്കിയത് ഇതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പണിയാം മൊത്തം. ഓക്കെ. ഇത് നമ്മൾ ഇതിൽ നിന്ന് 5 പീസ് ഡെയിലി ഒരു ദിവസം ഇത് 5 പീസ് ഉണ്ട്. ഡെയിലി 5 പീസ് 5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം. 5 പീസ് 5 ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിച്ച് 4 ഗ്ലാസ് ആക്കണം. ആ 4 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് രാവിലെ ആഹാരത്തിന് മുമ്പ് കുടിക്കുക. ബാക്കി വരുന്നൊരു 3 ഗ്ലാസ് ഉള്ളത് ഉച്ച കഴിഞ്ഞ് എപ്പോഴും 1 മണിക്കൂർ ഇടവിട്ട് കുറേശ്ശെ കുടിച്ച് തീർക്കുക. അങ്ങനെ പിറ്റേ ദിവസം 5 പീസ് തിളപ്പിക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ ഒരു 20 ദിവസം നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷം കിട്ടും. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ആദ്യം കുറയുന്ന അസുഖം ക്ഷീണം മാറുകയാണ്. അതിന് ശേഷമാണ് നടുവേദന, മുട്ടുവേദന, യൂറിക് ആസിഡ് ഇത്രയും കാര്യങ്ങൾ ആദ്യം വരെ കുറയും. അതിനുശേഷം പിന്നെ ഷുഗർ, പ്രഷർ, അങ്ങനെ കൊളസ്ട്രോൾ ഇതെല്ലാം കുറയാൻ തുടങ്ങും. എന്നാലും 60 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. 60-70 ദിവസം കൊണ്ട് ഇത് തീരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അസുഖം കുറയുന്നതെന്ന്. അത് കഴിഞ്ഞാണ് ആൾക്കാർ കൂടുതലായിട്ട് മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മേടിച്ചോളൂ. ഇതിൻ്റെ ഒരു പാക്കറ്റ് എന്നാ വിലയാണ്? ഒരു പാക്കറ്റ് നമ്മൾ ഇത് വിൽക്കുന്നത് 1000 രൂപയ്ക്കാണ്. ഇത് എന്തേരം ഉണ്ട്? അത് 3 മാസത്തേക്ക് ഉണ്ടാവും. അല്ല ഗ്രാം 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം വരികയില്ല. 203 ഗ്രാം വരെ കാണും. കാരണം വെച്ചാൽ 1 ഗ്രാം കുറയ്ക്കല, കൂടിയാലും കുറയ്ക്കല. അപ്പോൾ ഏകദേശം 5000 രൂപ വരും 1 കിലോയ്ക്ക്. കിലോയ്ക്ക് 5000 രൂപയാണ്. 1 കിലോ എടുക്കുന്നവർക്ക് ഹോൾസെയിലുകാരുണ്ട്. ഹോൾസെയിലുകാർ ഒത്തിരി പേരുണ്ട്. നമുക്ക് ഒരു 10, 20, 25 കിലോ വയ്ക്കുന്നവരുണ്ട്. എന്തായാലും ഇതിന് അതുപോലെ മാർക്കറ്റ് നമ്മൾക്ക് 2 വർഷമായിട്ട് കൊല്ലത്തൊക്കെ 2 പേരുണ്ട് ഹോൾസെയിലുകാരുണ്ട്, ബാംഗ്ലൂരുണ്ട്. അങ്ങനെ അവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും അധികം മക്കോട്ടദേവ കൃഷി ചെയ്ത് സക്സസ് ആയ വേറൊരു കർഷകൻ കാണില്ല. അതാണ് നമ്മൾ പരിചയപ്പെട്ട ദാമോദരൻ ചേട്ടൻ. ഇദ്ദേഹം ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. മക്കോട്ടദേവയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ദാമോദരൻ ചേട്ടനെ കുറിച്ച് അറിയാം. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പക്ഷേ എല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ പിന്നീട് റിപ്പീറ്റ് ഒരുപാട് ആളുകൾ വാങ്ങുന്നു. അത് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തവർ മേടിക്കും. അങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ 1 കിലോ മേടിച്ച് എല്ലാവർക്കും കൂടെ വീതം വെച്ച് ചിലപ്പം കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 60 ദിവസം കൊണ്ട് ഒരു 200 ഗ്രാം 1000 രൂപ മുടക്കി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ആ ഒരു 200 ഗ്രാം എത്ര നാൾ ഉപയോഗിക്കാൻ കാണും? 3 മാസത്തേക്ക് ഏറെക്കുറെ ഉണ്ട്. ഇരിക്കും അത് ലാസ്റ്റ് 1 വർഷം മണി ഇരിക്കും. 1 വർഷം ഗൾഫിനൊക്കെ പോകുന്നതിൽ 1 കിലോ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല. അവർ കുഴപ്പമില്ല. ഓക്കെ. നമ്മൾ ഈ കാണുന്ന പഴം ഇവനാണ് സാക്ഷാൽ മക്കോട്ടദേവ. എനിക്ക് തോന്നുന്ന എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി തൈ കൊടുക്കുന്നുണ്ട്. ഇത് സംസ്കരിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കുറച്ച് സംസ്കരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉണങ്ങുന്ന ട്രയറിലാണ് ഉണങ്ങുന്നത്. കാറ്റടിക്കാത്ത രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയി ഈ ഒരു കാര്യത്തിൽ അല്ലേ? കാറ്റടിക്കാത്ത രീതിയിൽ ഉണങ്ങിയെടുക്കണം. ട്രയർ 2 ട്രയർ ഉണ്ട്. അത് മഴക്കാലത്ത് വിറക് കൊണ്ടുള്ള ട്രയർ ഉണ്ട്. ഇപ്പൊ അല്ലാതെ സൂര്യപ്രകാശം നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാറ്റ് കയറിയല്ല. ശരിക്കും കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഉണക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. വെയിൽ തുടങ്ങിയ 10 വെയിൽ വേണം. അത്ര ഉണക്കുണ്ട് ഇതിന്. ഇതൊരു പച്ചക്ക് കഴിക്കാൻ കൊള്ളു. പച്ചക്ക് കഴിക്കാൻ പറ്റില്ല. പച്ചക്ക് ഒരു കമർപ്പുണ്ട്, അതിനെ കഴിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിന്നാൽ ഷുഗർ ഫുള്ള് താഴെ പോകും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുണ്ട്, പ്രശ്നമുണ്ട്. ഇത് സംസ്കരിച്ച് വേണം ഉപയോഗിക്കാൻ. അത് ഉണക്കി ശരിക്കും ഉണങ്ങി അതുപോലെ ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ. നമ്മളില്ല ആദ്യം നമുക്ക് സാർ ആദ്യം വരുമ്പോൾ ഒക്കെ ഉള്ളതിന്റെ ഇരട്ടി ചെടിയുണ്ട്. തീർച്ചയായും അത് തന്നെ ഒത്തിരി സെയിൽ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ തികയാണ്ട് വരുന്ന അവസരം ഉണ്ടായിരുന്നു. അപ്പം തികയും കിട്ടും. ഓക്കെ. എന്തായാലും നമ്മൾ നല്ലൊരു സക്സസ് ആയ കർഷകനെയാണ് പരിചയപ്പെട്ടത്. മക്കോട്ടദേവ എന്ന ഫ്രൂട്ട് കൊണ്ട് തന്നെ ഒരുപക്ഷെ ജീവിതം മാറ്റിമറിച്ച ആളാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്ന എല്ലാ മേഖലകളും വരുമാനം മുഴുവൻ ഇദ്ദേഹം ഉണ്ടാക്കിയതും ഇദ്ദേഹം സക്സസ് ആയതും എല്ലാം ഈ ഒരു ഒറ്റ വിളവ് നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നത്. വെച്ചുപസിന് ചാണകം ഉപയോഗിച്ച് ജൈവ കൃഷി മാത്രമേ ഉള്ളൂ. ഫുള്ള് പറമ്പും ജൈവ കൃഷിയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായി ഒരു കർഷകനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വാങ്ങുന്നു. ജോബിൻ ഞമാണി സൈനിങ് ഫ്രം മകരവിള. ഓക്കെ, നന്ദി. ഓക്കെ, വളരെ സന്തോഷം കണ്ടത്. മക്കോട്ടദേവ നമ്മളെ അല്ലേ ഇത് കയ്യിൽ നിന്ന് പോകുന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇതുപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതുപോലെ നല്ല മക്കോട്ടദേവ വേണമെങ്കിൽ, നല്ല ഫ്രൂട്ട് വേണമെങ്കിൽ, അതുപോലെ തന്നെ ഇതുപോലെ സംസ്കരിച്ച മക്കോട്ടദേവ വേണമെങ്കിലൊക്കെ നിങ്ങൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ ആളുകൾ വിളിക്കട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു.